ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. എഫേസുസ്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. ഹെഡിങ്: രക്ഷ ദൈവിക ദാനം. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. 3. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. 4. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ 5. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. 6. യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. 7. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. 8. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. 9. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. 10. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. 2-ാമത്തെ സബ് ഹെഡിങ്: എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. 11. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈക്കൊണ്ട് പരിചേതനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിചേതിതർ എന്ന് വിളിച്ചത് ഓർക്കുക. 12. അന്ന് നിങ്ങൾ ക്രിസ്തുവിനറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. 13. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. 14. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. 15. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. 16. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. 17. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. 18. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. 19. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. 20. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. 21. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി
അത് വളർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 22 പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിലെ ചോദ്യോത്തരങ്ങൾ ആണ്. ചോദ്യം 1. എഫെസൂസ് 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം ഏത്? ഉത്തരം രക്ഷ, ദൈവിക ദാനം. 2. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം മൃതരായിരുന്നു. 3. അപരാധങ്ങളും ഡാഷ് മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. പൂരിപ്പിക്കുക. പാപങ്ങളും. 4. അന്ന് നിങ്ങൾ എന്തിൻ്റെ ഗതി പിന്തുടർന്നിരുന്നത്? ഉത്തരം ലോകത്തിൻ്റെ ഗതി. 5. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ ഡാഷ് അനുസരിച്ചാണ് നിങ്ങൾ നടന്നിരുന്നത്? ഉത്തരം അധീശനെ. 6. അന്ന് നിങ്ങൾ എന്തിൻ്റെ അധീശനെ അനുസരിച്ചാണ് നടന്നിരുന്നത്? ഉത്തരം അന്തരീക്ഷ ശക്തികളുടെ. 7. ആരുടെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയാണ് അന്തരീക്ഷ ശക്തികൾ? ഉത്തരം അനുസരണക്കേടിൻ്റെ. 8. ഒരു കാലത്ത് ആരുടെ മക്കളോടൊപ്പം നമ്മൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു? ഉത്തരം അനുസരണക്കേടിൻ്റെ. 9. ജഡമോഹങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മൾ മറ്റുള്ളവരെ പോലെ സ്വഭാവേന എന്തിൻ്റെ മക്കളായിരുന്നു? ഉത്തരം ക്രോധത്തിൻ്റെ. 10. നമ്മൾ എന്തുവഴി മരിച്ചവരായിരുന്നു? ഉത്തരം പാപം വഴി. 11. പാപം വഴി മരിച്ചവരായിരുന്നിട്ടും ആരാണ് നമ്മോട് സ്നേഹം കാണിച്ചത്? ഉത്തരം ദൈവം. 12. പാപം വഴി മരിച്ചവരായിരുന്നിട്ടും എപ്രകാരമുള്ള ദൈവമാണ് നമ്മോട് സ്നേഹം കാണിച്ചത്? ഉത്തരം കരുണാസമ്പന്നനായ ദൈവം. 13. ദൈവം നമ്മോട് കാണിച്ച സ്നേഹത്താൽ ആരോടുകൂടെയാണ് നമ്മെ ജീവിപ്പിച്ചത്? ഉത്തരം ക്രിസ്തുവിനോട് കൂടെ. 14. യേശു ക്രിസ്തുവിനോട് കൂടെ ദൈവം നമ്മെ എന്താണ് ചെയ്തത്? ഉത്തരം ജീവിപ്പിച്ചു. 15. ഡാഷ് ആൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു? ഉത്തരം കൃപയാൽ. 16. ദൈവം തൻ്റെ അപരിമേയ കൃപാസമൃദ്ധി വരാനിരിക്കുന്ന എപ്പോൾ വ്യക്തമാക്കാനാണ് ചെയ്തത്? ഉത്തരം കാലങ്ങളിൽ. 17. എന്തുവഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ഉത്തരം വിശ്വാസം വഴി. 18. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ഡാഷ് ആണ്. ഉത്തരം ദാനം. 19. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എന്തിൻ്റെ ഫലമല്ല എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം പ്രവർത്തികളുടെ. 20. അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും എന്ത് ചെയ്യേണ്ട എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം അഹങ്കരിക്കേണ്ട. 21. നാം എല്ലാവരും ദൈവത്തിൻ്റെ എന്താണ് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം കരവേലയാണ്. 22. ദൈവം മുൻകൂട്ടി ഒരുക്കിയത് എന്താണ്? ഉത്തരം സത്പ്രവർത്തികൾ. 23. ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവർത്തികൾ ചെയ്യാൻ നാം ആരിലാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഉത്തരം യേശു ക്രിസ്തുവിൽ. 24. 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം എന്താണ്? ഉത്തരം എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. 25. ശരീരത്തിൽ കൈക്കൊണ്ട് പരിച്ഛേദനം ചെയ്തവരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം യഹൂദരെ. 26. 12-ാം വാക്യപ്രകാരം അന്ന് നിങ്ങൾ ആരെ അറിയാത്തവരായിരുന്നു? ഉത്തരം ക്രിസ്തുവിനെ. 27. അന്ന് നിങ്ങൾ ഏത് സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു? ഉത്തരം ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന്. 28. അന്ന് നിങ്ങൾ എന്തിൻ്റെ വാഗ്ദാനത്തിന് അപരിചിതനായിരുന്നു?
എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഉത്തരം ഉടമ്പടിയുടെ. 29 അന്ന് നിങ്ങൾ എന്തില്ലാത്തവരായിരുന്നുവെന്നാണ് മൂന്നാമതായി വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഉത്തരം പ്രത്യാശയില്ലാത്തവർ. 30 അന്ന് നിങ്ങൾ ലോകത്തിൽ എന്തില്ലാത്തവരായിരുന്നുവെന്നാണ് നാലാമതായി വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. ഉത്തരം ദൈവവിശ്വാസമില്ലാത്തവർ. 31 അന്ന് നിങ്ങൾ എപ്രകാരമുള്ളവരായിരുന്നു എന്നതിന് ഉദാഹരണമായി എത്ര കാര്യങ്ങളാണ് പറഞ്ഞത്? ഉത്തരം 5 കാര്യങ്ങൾ. 32 അന്ന് നിങ്ങൾ എപ്രകാരമുള്ളവരായിരുന്നു എന്നതിന് പറഞ്ഞ 5 കാര്യങ്ങൾ എന്ത് ചെയ്യാനാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞത്? ഉത്തരം അനുസ്മരിക്കുക. 33 ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ആരിൽ സമീപസ്ഥനായിരിക്കുന്നത്? ഉത്തരം യേശു ക്രിസ്തുവിൽ. 34 ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ എന്ത് വഴി സമീപസ്ഥരായിരിക്കുന്നുവെന്നാണ് പറഞ്ഞത്? ഉത്തരം രക്തം വഴി. 35 യേശു ക്രിസ്തു നമ്മുടെ ആണെന്നാണ് 14 വാക്യപ്രകാരം പറയുന്നത്. ഉത്തരം സമാധാനം. 36 14 വാക്യപ്രകാരം പൗലോസ് ശ്ലീഹ പറയുന്ന 2 കൂട്ടർ ആരെല്ലാം? ഉത്തരം 1 വിജാതിയർ, 2 യഹൂദർ. 37 കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം യേശു ക്രിസ്തു എങ്ങനെ ഇല്ലാതാക്കി? ഉത്തരം ശരീരത്തിൽ. 38 ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് എങ്ങനെയാണ് സമാധാനം സ്ഥാപിച്ചത്? ഉത്തരം ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട്. 39 നമ്മുടെ സമാധാനമായ യേശു ക്രിസ്തു ഇരുകൂട്ടരെയും എന്തു ചെയ്യുന്നുവെന്നാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം ഒന്നിപ്പിക്കുന്നു. 40 അതിനാൽ ഇരുകൂട്ടർക്കും യേശു ക്രിസ്തുവിലൂടെ ആരുടെ അടുത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും? ഉത്തരം പിതാവിൻ്റെ. 41 തന്നിലൂടെ എന്ത് അവസാനിപ്പിക്കാനാണ് യേശു ക്രിസ്തു ഇങ്ങനെ ചെയ്തത്? ഉത്തരം ശത്രുത. 42 വിദൂരസ്ഥരായ നിങ്ങളോടും സമീപസ്ഥരായ നിങ്ങളോടും യേശു ക്രിസ്തു എന്താണ് പ്രസംഗിച്ചത്? ഉത്തരം സമാധാനം. 43 ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, പിന്നെ ആരെന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണെന്ന്. 44 നിങ്ങൾ എവിടത്തെ അംഗങ്ങളാണ് എന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്? ഉത്തരം ദൈവഭവനത്തിൻ്റെ. 45 അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ല് ഏത്? ഉത്തരം ക്രിസ്തു. 46 അപ്പോസ്തലന്മാരും ഡാഷ് ആകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ പൂരിപ്പിക്കുക. ഉത്തരം പ്രവാചകന്മാരും. 47 കർത്താവിൽ എന്തായാലാണ് ഭവനം വളർന്നുകൊണ്ടിരിക്കുന്നത്? ഉത്തരം പരിശുദ്ധമായ ആലയമായി. 48 ആരുടെ വാസസ്ഥലമായാണ് നിങ്ങളും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ. 49 ക്രിസ്തുവിൽ എങ്ങനെയാണ് സമന്വയിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ഭവനമൊന്നാകെ. 50 എന്തുവഴി ഒരേ ശരീരത്തിൽ അനുരഞ്ജിപ്പിക്കാനാണ്? ഉത്തരം കുരിശുവഴി. എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.